നമസ്കാരം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ തലകറക്കമാണ്. തലകറക്കവും സാധാരണ രീതിയിൽ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് തലകറക്കം. തലകറക്കത്തിന് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ കണ്ടീഷൻ ഒന്നായിരിക്കും, പക്ഷെ കാരണങ്ങൾ പല പല കാരണങ്ങളുണ്ടാകും. ഈ കാരണങ്ങൾ റൂൾ ഔട്ട് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിലൊക്കെയാണെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വലിയ പതോളജി ഇല്ലാത്ത കേസുകൾക്ക് വേണ്ടിയുള്ള എക്സസൈസുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അതാകുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ എക്സസൈസ് കൊണ്ട് നമ്മുടെ ആ ഒരു അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന തലകറക്കമാണ്. ഈ തലകറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേറെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPPV എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്ന കണ്ടീഷൻസ്. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. നമ്മൾ പെട്ടെന്നൊരു പൊസിഷനിലേക്ക് നമ്മൾ തല ഇങ്ങനെ വെട്ടിക്കുകയോ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുകയോ നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ, മുഴുവൻ നമ്മുടെ ചുറ്റിനും കിടന്ന ഒരു കറങ്ങുന്ന പോലൊരു ഫീലിംഗ് വരിക. അപ്പോൾ ഇതെന്ന് പറഞ്ഞതിൻ്റെ പതോളജിക്കൽ ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ ഇയറിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് സാധാരണ ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ അതിൻ്റെ പതോളജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉപകരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ പോയിന്റഡ് എൻഡ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും നമുക്ക് നമ്മുടെ ദൃഷ്ടി കറക്റ്റ് പതിയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് നമ്മളൊരു മേശപ്പുറത്ത് നമ്മൾ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു കുപ്പി. അപ്പോൾ ഇത് അത്ര പോയിന്റഡ് എൻഡ് അല്ല, എന്നാലും എനിക്ക് എൻ്റെ വിഷൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ ഇരിക്കുക. നേരെ ഇരുന്ന ശേഷം, ഇത് തലകറക്കത്തിനുള്ള എക്സസൈസാണ് പറയുന്നത്. അതായത് വലിയ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടുണ്ടാവുന്ന തലകറക്കത്തിനുള്ളതല്ല, സാധാരണ രീതിയിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. കാര്യം ഇത് ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നൊരു ടെക്നിക്കാണ്. ഇതുകൊണ്ട് യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് വേറൊരു മൂലകാരണം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു തലകറക്കമുള്ള ആളുകൾക്ക് അവർക്ക് പെട്ടെന്നൊരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേന് അവർക്ക് പെട്ടെന്ന് തലകറക്കുന്ന പോലെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കുപ്പി നമ്മളിവിടെ വെച്ചു. ഇതിൻ്റെ ടിപ്പ് കാണാമല്ലോ. ജസ്റ്റ് നമ്മുടെ വിഷൻ ആ ടിപ്പിലേക്ക് കറക്റ്റ് നോക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ ആ കുപ്പിയിലേക്ക് തന്നെ നോക്കുക. കുപ്പിയിലെ ആ ടിപ്പിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ എൻ്റെ കഴുത്ത് ഞാൻ വലതുവശത്തേക്ക് തിരിക്കുകയാണ്. വലതുവശത്തേക്ക് തിരിക്കുമ്പോഴും എൻ്റെ നോട്ടം ആ കുപ്പിയുടെ അഗ്രത്തിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? വീണ്ടും ഞാൻ തല ഇവിടെ കൊണ്ടുവന്നു, തല പക്ഷെ മൂവ് ചെയ്യുന്നു. വീണ്ടും എൻ്റെ വിഷൻ ആ കുപ്പിയുടെ അറ്റത്താണ്. വീണ്ടും എൻ്റെ തല ഞാൻ ഇടത് സൈഡിലേക്ക് പോയി, പക്ഷെ വിഷൻ മാറുന്നില്ല. വിഷൻ ആ കുപ്പിയുടെ അഗ്രഭാഗത്ത് മാത്രമാണ്. വീണ്ടും ഞാൻ എൻ്റെ തല നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടിരുന്നു. അപ്പോഴും അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ കുപ്പിയുടെ ഈ ഭാഗത്ത് തന്നെ നോക്കിക്കൊണ്ട്, അതായത് നമ്മുടെ തലയുടെ മൂവ്മെൻറ്റ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമ്മൾ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കി, അപ്പോൾ മാക്സിമം കൊണ്ടുപോവുക. അന്നേരം എൻ്റെ നോട്ടം കുപ്പിയുടെ അഗ്രത്തിലാണ്. നമ്മൾ സെൻട്രൽ കൊണ്ടുവന്നു, അന്നേരം എൻ്റെ നോട്ടം ഇവിടെ തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, അന്നേരം എൻ്റെ നോട്ടം ആ കുപ്പിയുടെ അറ്റത്ത് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ടെക്നിക്കാണ്. ഇത് നമുക്കൊരു റിപ്പീറ്റ് ചെയ്യാം. നമുക്കൊരു 5-10 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേന്, കുപ്പി ഇനി മാറിയിരിക്കട്ടെ, കുപ്പിയൊന്നും കൈ വേണ്ട, നമ്മുടെ തള്ളവിരൽ നമ്മൾ എടുക്കുക. തള്ളവിരലിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് വിഷൻ അപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ സാധിക്കില്ല, നമുക്ക് നോട്ടം കിട്ടുന്ന ഈ ഭാഗത്തേക്കുള്ളൂ. സോ നമ്മുടെ അതായത് ഐ ലെവലിൽ തള്ളവിരൽ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്യുക. തള്ളവിരലിൻ്റെ ആ നഖത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കി കുഴപ്പമില്ല. അതിനുശേഷം അതായത് നമ്മുടെ ഇതിന് ചെയ്യേണ്ട കാര്യം കഴുത്ത് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക അപ്പർ ബോഡി, നമ്മുടെ ട്രങ്ക് കൂടെ ഇതിനൊപ്പം മൂവ് ചെയ്യുക. എൻ്റെ കസര മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ റോളിംഗ് ചെയർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ റോളിംഗ് ചെയറിൽ ഇരുന്നല്ലോ ചെയ്യാൻ ചെയ്യണ്ട, സാധാരണ ചെയറിൽ നിന്ന് ചെയ്യാൻ മതി. അപ്പം എന്നാ പറയുക, നമ്മുടെ അപ്പർ ബോഡി മാത്രം. ഞാനിവിടെ ഒരു കൈ കൊണ്ട് ഇത് റോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് റോഡ് ചെയ്യും. കണ്ടോ? മനസ്സിലാകുന്നു? എൻ്റെ നോട്ടവും എൻ്റെ ട്രങ്കും ആ കൈയിലേക്ക് കറക്റ്റ് പോകുന്നു, അതിൻ്റെ ടിപ്പിലേക്ക്. ഓക്കെ, വീണ്ടും ഞാൻ എൻ്റെ തമ്പും കൊണ്ടുവന്നുണ്ട്, എൻ്റെ ബോഡിയും സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും സെൻട്രലിൽ നിന്ന് എന്താ പറയുക, നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോഴും എൻ്റെ കഴുത്ത്, എൻ്റെ വിഷന്, എൻ്റെ എന്താ പറയുക അപ്പർ ബോഡി മുഴുവൻ വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത്
സെൻറ്ററിൽ കൊണ്ടുവരിക, സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോവുക, റൈറ്റിൽ നിന്ന് സെൻട്രൽ വരിക, സെൻട്രൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് പോവുക. ഇത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ വിരൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വിഷനെ, നമ്മുടെ ബോഡി കോൺസെൻട്രേഷൻ അതിൽ മാത്രമേ കാണിക്കാവൂ കേട്ടോ. വേറെ എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ അറ്റത്തേക്ക് മാത്രം കഴിയും. ഇത് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സാധനം കൂടെ സെയിം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. രണ്ടിനും ഒരേ വലിപ്പമല്ലേ, രണ്ട് സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ മാറി അതിലേക്ക് നോക്കുക. അതായത് ഒരു കുപ്പിയിലേക്ക് നമ്മൾ വിഷം കൊടുത്തു, ജസ്റ്റ് അടുത്ത കുപ്പിയുടെ അറ്റത്തിലേക്ക് നമ്മൾ വിഷം കൊടുത്തു, വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരിടത്ത് നോക്കുക, അടുത്തടുത്തേക്ക് നോക്കുക. ഓക്കെ, അതായത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി ഓരോ ഒബ്ജക്റ്റ് ഞാൻ മാറ്റി, ഇനിയുള്ളത് ഓരോ ഒബ്ജക്റ്റ് മാത്രമാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കണം, ഞാൻ ഇതിലേക്ക് നോക്കി, പിന്നെ ഞാൻ എൻ്റെ കണ്ണ് അടയ്ക്കാൻ പോവാം. കണ്ണ് അടച്ചു, ദെൻ ഞാൻ വീണ്ടും റൈറ്റിലേക്ക് ഇങ്ങനെ നോക്കി, റൈറ്റിലേക്ക് നോക്കില്ല, കണ്ണടച്ചിട്ട് ഞാൻ റൈറ്റിലേക്ക് എൻ്റെ കഴുത്ത് കൊണ്ടുവന്നു, ഇവിടെ വരെ എൻ്റെ കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞായിരിക്കുന്നത്. വീണ്ടും ഞാൻ ഇനി കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ദൃഷ്ടി ഏതിലായിരിക്കണം, ആ ഓബ്ജക്റ്റ് ആയിരിക്കും. കണ്ണ് തുറന്നു, എൻ്റെ ദൃഷ്ടി ആ ഓബ്ജക്റ്റിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ ഓബ്ജക്റ്റിലേക്ക് നോക്കിയ ശേഷം ഞാൻ കണ്ണടച്ച ശേഷം ഞാൻ എൻ്റെ തല റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു. ഇന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ കണ്ണ് തുറക്കാൻ പോവാണ്. പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണേണ്ട കാഴ്ച ആ കുപ്പി ആയിരിക്കണം. കണ്ടോ, ആ കുപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ എന്താ സംഭവിക്കും, ഇപ്പോൾ ഞാൻ വലത്തിലേക്കല്ല തിരിച്ച്, ഇത് തന്നെ നമ്മൾ ആ കുപ്പിയുടെ അറ്റത്തേക്ക് നോക്കി നമ്മളിനി ഇങ്ങോട്ടേക്ക് തന്നിരിക്കുക. ഇനി ഞാൻ കണ്ണ് തുറക്കാൻ പോവാണ്. കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ ആ കുപ്പിയെ കാണാൻ പാടുള്ളൂ. കണ്ടോ, കുപ്പിയാണ് ഞാൻ കാണുന്നത്. സിമ്പിൾ ടെക്നിക്കല്ലേ ഇത്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ടിപ്സാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ ഒരു അസുഖത്തെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് ഇതുകൊണ്ടും ആർക്കും ഒരു ദോഷമില്ല. ഈ കാണിക്കുന്ന എക്സസൈസുകൾ കൊണ്ടൊന്നും ആർക്കും ഒരു ഭാവിയിലും അല്ലെ ചെയ്യുമ്പോഴും യാതൊരു ദോഷവും വരുന്ന എക്സസൈസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് കണ്ടീഷൻസ് പ്രത്യേകം ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളത് ഇങ്ങനെ കുപ്പിയെ നോക്കിയാൽ ശരിയാവും. ഇല്ല, കാര്യം അതിൻ്റെ മൂല കാരണം റോഡ് ചെയ്ത് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സസൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കോമൺ ആയിട്ടല്ലേ, എനിക്കിപ്പോൾ ചാനലിൽ നിന്ന് കോമൺ ആയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്കാരം.